ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ അഴിച്ചുപണി നിയമ വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്ന് കിരൺ റിജ്ജുവിനെ മാറ്റിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ചേരുകയാണ്. ജോൺ ലോറൻസ്, ഒരു അപ്രതീക്ഷിത നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടായിരിക്കും കിരൺ റിജ്ജുവിനെ മാറ്റിയത്? അജി, രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്രതീക്ഷിതമായിട്ടാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ മാറ്റിയിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് ഒരു കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജുവിനെ ഇപ്പോൾ അപ്രതീക്ഷിതമായി മാറ്റിയിരിക്കുകയാണ്. മന്ത്രിയെ മാറ്റിക്കൊണ്ടുള്ള അറിയിപ്പ് കേന്ദ്ര മന്ത്രിസഭ രാഷ്ട്രപതിക്ക് നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതി ഇത് അംഗീകരിച്ചിരിക്കുന്നു. പുതിയ മന്ത്രിയായിട്ട് അർജുൻ റാം മേഘ്വാളിനെ, നിയമമന്ത്രിയായിട്ട് അർജുൻ റാം മേഘ്വാളിനെ തീരുമാനിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ കിരൺ റിജിജുവിന്, അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ സുപ്രധാനമായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കിരൺ റിജിജുവിന് മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിലും രാഷ്ട്രപതി ഭവനിൽ നിന്ന് തീരുമാനം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മോദി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ കിരൺ റിജിജുവിനെ മാറ്റാനുണ്ടായുള്ള സുപ്രധാനമായ തീരുമാനം കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും തമ്മിൽ കുറച്ച് നാളായി ഏറ്റുമുട്ടലുകൾ നടന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് വിധികൾ വരുന്നു. ഇതിൽ പ്രധാനമായിട്ടും വിധികൾ വരുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും, അതായത് സോളിസിറ്റർ ജനറലും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും തമ്മിൽ വാദത്തിനിടയിൽ ചില തർക്കങ്ങളൊക്കെ വരുന്നു. ഇതിന് പ്രധാനമായുള്ള ഒരു കാരണം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ചുള്ള ഒരു തർക്കം സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും തമ്മിൽ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഹൈക്കോടതികളിലെയും സുപ്രീം കോടതികളിലെയും ജഡ്ജി നിയമനത്തിന് കൊളീജിയം ശുപാർശ ചെയ്യുന്ന അംഗങ്ങളുടെ പട്ടിക മടക്കുക, അല്ലെങ്കിൽ അത് മാറ്റിവെക്കുക, അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഹൈക്കോടതികളിലെ ശുപാർശകൾ മടക്കുക. സുപ്രീം കോടതിയിലെ ശുപാർശ ഇതുവരെ മടക്കിയിട്ടില്ല, പക്ഷേ വിവിധ ഹൈക്കോടതികളിൽ നിന്ന് ശുപാർശകൾ മടക്കുക, ഇതിന് ചില ന്യായങ്ങൾ പറയുക, പരിശോധനകൾ നടത്തുക, അതിനുശേഷം മാറ്റുക, അനന്തമായി നീട്ടിവെക്കുക, ഹൈക്കോടതികളുടെയും പ്രവർത്തനം തന്നെ താറുമാറാവുക. ഇത് കേരള ഹൈക്കോടതിയിലൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ തുടർന്ന് സുപ്രീം കോടതി ചില പ്രശ്നങ്ങൾ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിക്കുന്നുണ്ട്, സോളിസിറ്റർ ജനറലിനോട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ സുപ്രീം കോടതി ഞങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ അംഗീകരിക്കാത്തത് എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊരു സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുന്നു. കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് കേന്ദ്ര നിയമ മന്ത്രാലയമാണെന്നുള്ള രീതിയിലുള്ള സൂചനകൾ സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ മുമ്പോട്ട് വയ്ക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചിട്ട് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുക എന്നുള്ള ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഈ നിയമമന്ത്രി കിരൺ റിജിജുവിനെ മാറ്റിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ മറ്റൊരു സുപ്രധാന വിഷയമുള്ളത്, കിരൺ റിജിജുവിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഇടയ്ക്കിടെ ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അതായത് സുപ്രീം കോടതിയെ കൊളീജിയം സിസ്റ്റത്തിനെതിരെ, അല്ലെങ്കിൽ കൊളീജിയം രീതിക്കെതിരെ കിരൺ റിജിജു പരസ്യമായി രംഗത്ത് വരുന്നുണ്ട്. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. അതിന് പ്രധാനമായും സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു കാരണം, ജഡ്ജിമാരുടെ നിയമനം കൊളീജിയമാണ് തീരുമാനിക്കുന്നത്. അതിന് പ്രത്യേക സമിതി വേണം. പ്രധാനമന്ത്രിയും ലോക്സഭാ സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയമനിർമ്മാണത്തിലൂടെ, അതായത് ജുഡീഷ്യൽ കമ്മീഷൻ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തു വന്ന ഹർജികൾ തള്ളിക്കൊണ്ട് ഈ നിയമം തന്നെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ജഡ്ജിമാരെ ഞങ്ങൾ തന്നെ നിയമിച്ചോളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി മുമ്പോട്ട് പോകുന്നത്. അതിൽ പിഴവൊന്നുമില്ല. ഇത് ജഡ്ജിമാരുടെ നിയമനത്തിൽ പിഴവൊന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയിട്ട് അതിന് ശേഷമാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്, നമ്മുടെ കേരളത്തിലുള്ള ജസ്റ്റിസ് കുര്യൻ ജോസഫ് അടക്കമുള്ള അദ്ദേഹം ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയത്. അതിന് പ്രധാനമായും കോടതി പറഞ്ഞു, ജുഡീഷ്യൽ കമ്മീഷൻ ജഡ്ജിമാരുടെ നിയമനം ഞങ്ങൾ ഫലപ്രദമായാണ് നടത്തുന്നത്, എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ചില ആളുകളുടെയും, അതായത് സുപ്രീം കോടതി കൊളീജിയം, അല്ലെങ്കിൽ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ കൊളീജിയം സംവിധാനത്തെ അവർ വിമർശിച്ചിട്ടുണ്ട്. അതായത് ജഡ്ജിമാർ തന്നെ നിയമിക്കുന്ന വ്യവസ്ഥ അതൊരു ശരിയായ നടപടിയില്ല, ജനാധിപത്യപരമല്ല എന്നുള്ള രീതിയിലുള്ള ചില കണ്ടെത്തലുകളുടെയും അല്ലെങ്കിൽ നിരീക്ഷണങ്ങളുടെയും നിഗമനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജഡ്ജിമാരെ നിയമിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. എന്തായാലും ആ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതിന് മാത്രമല്ല, ഈ അടുത്ത കാലത്തായി കിരൺ റിജിജു ചില ശുപാർശകളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് കൊളീജിയം സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തണം. അങ്ങനെ കൊളീജിയം സംവിധാനത്തെ പുറത്തുനിന്ന് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം, അത് പിൻവാതിലൂടെ നിയന്ത്രിച്ച് കളയാം എന്നുള്ള ഒരു വ്യാമോഹം കേന്ദ്ര സർക്കാരിനുണ്ടോ എന്നുള്ള സംശയം സുപ്രീം കോടതിക്കുണ്ടായി. എന്നിരുന്നാലും ഈ കാര്യത്തിലൊക്കെ തന്നെ സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, അങ്ങനെ പരോക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് ഇല്ലെങ്കിൽ പോലും ജഡ്ജിമാരുടെ നിയമനം തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നുള്ള ഈ കാര്യങ്ങളൊന്നും അനുവദിക്കാനാവുന്ന കാര്യങ്ങളല്ല എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. ഈ വിമർശനങ്ങളുടെയൊക്കെ ഒരു പരിസമാപ്തി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവസാന ഘട്ടം എന്നുള്ള നിലയിലാണ്
ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഈ തർക്കമാണ് ഇത് ഈ നിയമമന്ത്രിയെ മാറ്റാനുള്ളത് കാരണമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല. എങ്കിലും വിവിധ മാധ്യമങ്ങളിൽ നിന്നും സുപ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവിധ മാധ്യമങ്ങളിൽ നിന്ന് മുൻകാലത്തുണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ എല്ലാം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കിരൺ റിജിജുവിൻ്റെ മാറ്റത്തിന് പിന്നിൽ ഈ ഈ സുപ്രീം കോടതി കൊളീജിയവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആണ് കാരണമെന്നുള്ള ഒരു നിഗമനത്തിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അജി, കേന്ദ്രമന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി. കിരൺ റിജിജുവിനെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി. ഈ വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ജോൺ ലോറൻസ്.